കൃഷ്ണ, സ്വാഗതം, നമസ്കാരം എല്ലാവർക്കും. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വിഷ്ണു സഹസ്രനാമം നോക്കാം. വിഷ്ണു സഹസ്രനാമത്തിൽ ഇന്ന് പ്രധാനമായിട്ട് പറയുന്ന ചില നാമങ്ങളൊക്കെ ഭഗവാന്റെ ആ ഒരു അനന്ത രൂപത്തെക്കുറിച്ചും, ഭഗവാൻ വിശ്വമൂർത്തിയാണ്, മഹാമൂർത്തിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു ചൈതന്യമായിട്ട് നിലകൊള്ളുന്ന ഭഗവാന്റെ അംശം, അത് തന്നെയാണ് ശരിക്കും ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമ്മൾ ജീവാത്മാവായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ല. അപ്പോൾ നമ്മളെല്ലാം ജീവാത്മാക്കളാണ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു ചെറിയ അംശമാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് എങ്കിൽ ആ ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു മഹാമൂർത്തിയാണ് എന്ന് പറയാം. മഹാമൂർത്തി അനന്തനാകുന്ന ശൈലിയിൽ ശയിക്കുന്ന ഭഗവാന്റെ ആ ഒരു അനന്തരൂപം, അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ അനന്തബോധമാകുന്ന ഭഗവാൻ ആ പ്രപഞ്ചത്തിൽ ശയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അനന്തനാകുന്ന ആ ഒരു കിടക്കയിലാണല്ലോ നാരായണൻ മഹാവിഷ്ണു കിടക്കുന്നത്. അപ്പോൾ ആ അനന്തൻ തന്നെ, ആദിശേഷൻ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപമാണ്. അതുപോലെ ഭഗവാൻ അനന്തബോധശക്തിയായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ മഹാമൂർത്തിയായിട്ടുള്ള ആ രൂപം, അതാണ് വിരാട് രൂപം എന്ന് പറയുന്നത്. അപ്പോൾ വിരാട് രൂപ ദർശനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഭാഗവതത്തിലും ഒരുപാട് വർണ്ണനയൊക്കെ ഉണ്ട്, 2-3 സ്കന്ധങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പുരുഷ സൂക്തത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഭഗവാന്റെ കൈകാല് മുഖങ്ങളൊക്കെ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ തന്നെ നമുക്കിതെല്ലാം ദർശിക്കാം. യത്പുരുഷം വ്യതതഹു കഥിത വികൽപ്പയെന്ന് മുഖം കിമസ്യ കൗബാഹോ കാവൂരു പാദോ ഉച്ഛേദേ എന്ന്. അതുപോലെ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹോ രാജന്യകൃഹ ഊരു തദസ്യേത് വൈശ്യഃ പദ്ഭ്യാഗം ശൂദ്രോ അജായത. ഭഗവാന്റെ മുഖം ആണ് ബ്രാഹ്മണനായിട്ട് ഭവിച്ചത് എന്നും കൈകൾ ക്ഷത്രിയനായിട്ടും അതുപോലെ തുടകൾ വൈശ്യനായിട്ടും അതുപോലെ കാലുകളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചന്ദ്രമാ മനസോ ജാതഃ ചക്ഷു സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാത് വായുരജായത എന്ന് പറയുന്നുണ്ട്. മനസ്സിൽ നിന്ന് ചന്ദ്രനും കണ്ണുകളിൽ നിന്ന് സൂര്യൻ ഉണ്ടായി എന്നും മുഖത്തിൽ നിന്ന് അഗ്നിയും ഇന്ദ്രനും ഉണ്ടായി എന്നും പ്രാണനിൽ നിന്ന് വായു ഉണ്ടായി എന്നും പറയുന്നു. അങ്ങനെ നമുക്ക് എല്ലാം ഈ നാഭിയിൽ നിന്ന് അന്തരീക്ഷം, ആസീദന്തരീക്ഷം ശീഷ്ണോദിയോ സമവർത്തത പദ്ഭ്യാഗം ഭൂമിർനിശ്ചസ്ത്രോത്രാത് തഥാ ലോകാഗം അകൽപ്പയന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷസൂക്തത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ശരീരം, അതിന് പ്രപഞ്ചമായിട്ട് തന്നെ നമുക്ക് വർണ്ണിച്ചു തരുന്നു. അപ്പോൾ ഇവിടെ അതാണ് ഭഗവാൻ മഹാമൂർത്തിയാണ് എന്നും വിശ്വമൂർത്തിയാണ്. വിശ്വം തന്നെ ശരീരമായിരിക്കണം, പ്രപഞ്ചം തന്നെ ശരീരമായിരിക്കണം. അതാണ് വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന് ചതുർബാഹുവായിട്ടുള്ള രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ കാണുന്നു എങ്കിൽ ശരിയായിട്ടും ഭഗവാൻ ഈ പ്രപഞ്ചം തന്നെയാണ്. വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ് ഭഗവാന്റെ ആ വിഷ്ണു എന്ന് പറയുന്ന നാമത്തിൻ്റെ തന്നെ അർത്ഥം. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ. അപ്പം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വിഷ്ണുവിനെ കാണാം. വിഷ്ണുവിൻ്റെ ഓരോ അവയവങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതാണ് പുരുഷ സൂക്തത്തിലും വിരാട് പുരുഷ രൂപം വർണ്ണിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ആ ഒരു വിഷ്ണു സഹസ്രനാമത്തിലെ അർത്ഥമൊക്കെ നോക്കുന്ന ആ ഒരു ഭാഗത്തിലേക്ക് കിടക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഇവിടെ നമ്മൾ 711 തൊട്ട് 720 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം അത് വരുന്ന ശ്ലോകങ്ങളൊന്ന് വായിക്കാം. ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല ദർപ്പദോ ദുർധരോദ പരാജിത വിശ്വമൂർത്തിർമഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തശതമൂർത്തിശതാനന. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ നാമങ്ങൾ, 711 മുതൽ 720 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ വളരെ എന്താ പറയുക, ഗംഭീരമാണ് ഈ
ഭഗവാന്റെ നാമങ്ങൾ. കാരണം അത്രയും അതിൻ്റെ അർത്ഥം നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു വ്യാപ്തിയും അതിൻ്റെ ആ ഒരു ഗാംഭീര്യവും ഒക്കെ മനസ്സിലാവുന്നത്. അപ്പം നമുക്ക് നോക്കാം. 711. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. വന്ദേ ഗുരു പരമ്പര. ഗണേശായ നമ. സരസ്വതി നമ. അപ്പോൾ 711 അനല. അനല എന്ന് പറയുമ്പോൾ പരിധിയില്ലാത്ത സമ്പത്തുകളുള്ളവൻ. ഭഗവാന്റെ സമ്പത്ത് തന്നെയാണ് ഇതെല്ലാം. നമ്മൾ എല്ലാം എടുത്ത് അനുഭവിക്കുമ്പോഴും നമ്മളതിനൊന്നും ബഹുമാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ 711 അനല്ല. ശക്തി സമ്പത്തുകളുടെ അലംഭാവം അല്ലെങ്കിൽ പരിധിയില്ലാത്തവനാണ് ഭഗവാൻ. അപ്പം ഭഗവാന്റെ സമ്പത്താണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതിൽ നിന്നാണല്ലോ നമുക്കെല്ലാം കിട്ടുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്നല്ല എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങളും സംഭവിക്കുന്നത് ഭഗവാന്റെ പരിധിയില്ലാത്ത ശക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തിയും പരിധിയും, ഭഗവാന്റെ ശക്തിക്ക് പരിധിയില്ല, അതുപോലെ ഭഗവാന്റെ സമ്പത്തിനും പരിധിയില്ല. സർവസമ്പത്തുകളും ഭഗവാനിൽ തന്നെയാണ് ഉള്ളത് എന്നും പറയുന്നു. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നും പറയുന്നുണ്ട്. ഇനി 712 ദർപ്പഹ. ദർപ്പത്തെ ഹനിക്കുന്നവൻ. ദർപ്പ പ്ലസ് ഹ എന്നാണ്. അപ്പോൾ ഹ എന്ന് പറയുമ്പോൾ ഹനിക്കുക, ഇല്ലാതെയാക്കുക എന്നാണ് അർത്ഥം. ദർപ്പത്തെ ഹനിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അഹങ്കാരത്തെ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ധർമ്മവിരുദ്ധമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ദർപ്പം. അപ്പോൾ നമ്മൾ പുരാണങ്ങളിലും ഭാഗവതത്തിലൊക്കെ ഒരുപാട് കഥകളിൽ ഭഗവാൻ ഇന്ദ്രൻ്റെയും വരുണൻ്റെയും അതുപോലെ യമൻ്റെയും അഗ്നിയുടെയും ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ശക്തികളെയൊക്കെ കീഴടക്കി ശമിപ്പിച്ചതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ കാണിക്കുന്ന പല ദേവതാ സങ്കല്പങ്ങളുടെ പോലും പിന്നെ അവരുടെ ആ ഒരു അധർമ്മമായിട്ടുള്ള മാർഗത്തിൽ ചരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു ശക്തികളെപ്പോലും ഭഗവാൻ ശമിപ്പിക്കുന്നതായിട്ട് കാണാം. അതാണ് ദർപ്പഹ. ദർപ്പത്തെ ശമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇനി 113 ദർപ്പധ. ദ എന്ന് പറയുമ്പോൾ ദാനം ചെയ്യുന്നവൻ. ഇവിടെ ദർപ്പം എന്ന് പറയുമ്പോൾ ഗൗരവം എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഈ ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവരുടെ അവർക്കുള്ള ആ ഒരു പിന്നെ ഗൗരവം, ഇവിടെ ഗൗരവമാണ്. ഗൗരവത്തെ ദാനം ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഗൗരവം ഉണ്ടാവുള്ളൂ എന്ന് പറയും. ആ ഗൗരവത്തെ ഭഗവാൻ ദാനം ചെയ്യുന്നു. അതാണ് ദർപ്പത. സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ട്, ധർമ്മ അനുഷ്ഠാനം ചെയ്യുമ്പോൾ മാത്രമേ ഗൗരവം ലഭിക്കുള്ളൂ, ആ ഒരു ഗാംഭീര്യം. അതിന് സ്വധർമാനുഷ്ഠാനം ചെയ്യുന്നതിന് അഹംബോധം ആവശ്യമാണ്. അത് ഭഗവാനാണ് നൽകുന്നത്. ആ ഒരു ഉള്ളിൽ ആ ഒരു അഹംബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ധർമ്മമാർഗത്തിൽ ചരിക്കാനും പറ്റുള്ളൂ. ആ ഒരു അഹംബോധത്തെ അല്ലെങ്കിൽ ആ ഒരു ഗൗരവത്തെ അതും ഭഗവാൻ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നു. അതിനെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ. ഇനി 714 ദൃപ്ത. ദൃപ്ത അഹങ്കാരമുള്ളവൻ. വീണ്ടും തൻ്റെ ആത്മസ്വരൂപമായ അമൃതരസത്തെ ആസ്വദിക്കുക നിമിത്തമുണ്ടാകുന്ന വിശ്വ ആഹന്തയുള്ളവൻ എന്നർത്ഥം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഹങ്കാരമുള്ളവൻ. ദൃപ്ത ദൃപ്ത അഹങ്കാരമുള്ളവൻ. ഇനി 715 ദുർധരഹ. അപ്പോൾ ഇവിടെ ദുർധര ധരിക്കാനാകാത്തവൻ. ദുർധര ധരിക്കാനാകാത്തവൻ. ഭഗവാനെ ധരിക്കാൻ അത്ര എളുപ്പമല്ല. അനേക ജന്മത്തിലെ സുഹൃതം കൊണ്ടും നിഷ്ഠ കൊണ്ടും ഒക്കെ മാത്രമേ ഭഗവത് പ്രസാദം നേടിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അനേക ജന്മത്തിലെ സുഹൃതം കൊണ്ടും ഒക്കെ ഭഗവത് പ്രസാദം നേടിയെടുത്തവർ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ ധരിക്കുന്നു. അതുകൊണ്ടാണ് ദുർധരനാണ് ഭഗവാൻ. ധരിക്കാൻ എളുപ്പമല്ല, ഭഗവാനെ ഹൃദയത്തിൽ ധരിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ചാപ്റ്റർ 12 ഗീതയിൽ പറയുന്നുണ്ട്,
അഞ്ചാമത്തെ ശ്ലോകം. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ധരവാപ്യത. അതായത് അവ്യക്തത്തിൽ മനസ്സ് ലയിപ്പിക്കുന്നവർക്ക് ക്ലേശം അധികമാണ്. അപ്പോൾ നമ്മൾ പറയും ഭഗവാന് രൂപമില്ല എന്ന്. അപ്പോൾ എങ്ങനെ നമ്മൾ ഭഗവാനെ എങ്ങനെ ആരാധിക്കും? അപ്പോൾ ഭഗവാന് ശരിക്കും ഈ രൂപങ്ങളൊക്കെ കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്നാലേ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഭഗവാന് യഥാർത്ഥത്തിൽ രൂപമില്ല. അപ്പോൾ ആ അവ്യക്തമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മനസ്സിൽ ഹൃദയത്തിൽ ധരിക്കാൻ വളരെ ക്ലേശമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു രൂപം സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവ്യക്തത്തിൽ മനസ്സ് ലയിപ്പിക്കാൻ ക്ലേശം അധികമാണ് എന്നും, ആ രൂപത്തെ മനസ്സിൽ ധരിക്കാൻ ക്ലേശം അധികമാണ് എന്നും, അതുകൊണ്ട് ദേഹാഭിമാനികളായവർക്ക് വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ അത് സാധിക്കുള്ളൂ എന്നാണ് ഈ പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം 5 ചാപ്റ്റർ 12 ഭഗവത്ഗീത. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്ത ചേതസാം. അവ്യക്തമായിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാനെ മനസ്സിൽ ധരിക്കുന്നത് ക്ലേശകരമാണ്, അധികമായിട്ടുള്ള ക്ലേശമുള്ള കാര്യമാണ് എന്ന്. 716 അപരാജിത. പരാജയപ്പെടുത്താനാകാത്തവൻ. ഭഗവാൻ അജിതനാണ്, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ഭഗവാനെ. കാരണം കാമക്രോധാദികളാലോ അതുപോലെ ആസുര ശക്തികളാലോ പരാജയപ്പെടുത്താനാവാത്ത ഭഗവാൻ, അതാണ് അജിതൻ. ഭഗവാനെ ജയിക്കാൻ ആർക്കും കഴിയില്ല, ഭഗവാനെ പരാജയപ്പെടുത്താനും ആർക്കും കഴിയില്ല. ഒരു ആസുര ശക്തികൾക്കും കഴിയില്ല, കാമക്രോധാദി വികാരങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ അപരാജിത, പരാജയപ്പെടുത്താൻ ആകാത്തവൻ. ഇനി 717 വിശ്വമൂർത്തി. സർവ ആത്മകനാണ് ഭഗവാൻ. വിശ്വം തന്നെ ഭഗവാന്റെ ശരീരമാണ്. അതുകൊണ്ട് വിശ്വമൂർത്തി എന്ന് പറയുന്നു. വിശ്വം തന്നെ ശരീരം. അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആ പാർട്ടിൽ കുറച്ച് പറഞ്ഞത്, എടുത്ത് നോക്കുക. വിശ്വം തന്നെ ശരീരമാണ് ഭഗവാന്റെ. അതാണ് വിരാട് രൂപവർണ്ണനയും പുരുഷ സൂക്തത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ വളരെ വിശദമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വിശ്വത്തിൻ്റെ ഓരോ ഘടകവും പ്രതിഭാസവും ഭഗവാന്റെ വിരാട് രൂപവർണ്ണനയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വിശ്വത്തിൻ്റെ ഓരോ ഭാഗവും, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗവും ഭഗവാന്റെ ആ വിരാട് രൂപത്തിൻ്റെ അവയവങ്ങളായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം തന്നെ ഭഗവാനാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ്. ഭഗവാനെ ഒരു രൂപത്തിൽ കാണുകയല്ല വേണ്ടത്, പ്രപഞ്ചം തന്നെ നിറഞ്ഞിരിക്കുന്ന ഭഗവാനായിട്ട് നമ്മൾ കാണുകയാണ് വേണ്ടത്. 718 മഹാമൂർത്തി. അനന്തനാകുന്ന ശൈലിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ആ മൂർത്തി മഹാരൂപം തന്നെയാണ്. ഏറ്റവും വലുതായിട്ടുള്ള ആ രൂപമാകയാൽ അത് മഹാമൂർത്തി. അപ്പോൾ അഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എൻ്റെ ചെറിയ അല്പമായിട്ടുള്ള അംശം കൊണ്ട് ഈ ജഗത്തിനെ ആകെ ഉള്ളിലൊതുക്കി ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ 10ാമത്തെ ചാപ്റ്ററിൽ 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 9 ഗ്രഹങ്ങളും ഈ കാണുന്ന നമ്മൾ വിചാരിക്കുന്ന സൂര്യനുമൊക്കെയാണ്. ഇങ്ങനെയല്ല, ഒരുപാട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ട് എന്നും അങ്ങനെ പറയുമ്പോൾ ഈ ഒരു എൻ്റെ ഒരു അല്പാംശം കൊണ്ടാണ് ഈ ജഗത്തിനെ ആകെ ഭഗവാൻ തൻ്റെ ഉള്ളിലൊതുക്കി വച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ 10ാമത്തെ ചാപ്റ്ററിൽ 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി 719 ദീപ്തമൂർത്തി. ഭഗവാന്റെ സ്വരൂപം മൂർത്തി, ദീപ്തമൂർത്തി. ദീപ്തം എന്ന് പറയുമ്പോൾ പ്രകാശമാനമായ എന്നുള്ള അർത്ഥമാണ് ദീപ്തമൂർത്തി. ഭഗവാന്റെ മൂർത്തി സ്വരൂപം ജ്ഞാനമയവുമാണ്, പ്രകാശമയവുമാണ്. അപ്പോൾ ഭഗവാൻ പ്രകാശരൂപിയാണെന്ന് പറയും, ജ്ഞാനരൂപിയാണെന്ന് പറയും, ആനന്ദരൂപിയാണെന്ന് പറയും, പ്രപഞ്ചരൂപിയാണെന്ന് പറയും. ഇനി എന്താണ് അല്ലാത്തത്? ഭഗവാൻ സ്വേച്ഛയാൽ, സ്വന്തം ഇച്ഛയാൽ ഹിരണ്യ ഗർഭരൂപം ധരിക്കുന്നു. അത് ദീപ്തിയുള്ളതാണ്, അത് പ്രകാശരൂപമാണ്. ഭഗവാന്റെ ഹിരൺമയ രൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഭാഗവതത്തിൽ, ഭഗവത്ഗീതയിലും ഉണ്ട്. 11ാമത്തെ ചാപ്റ്ററിൽ 17ാമത്തെ ശ്ലോകം. കിരീടിനം ഗതിനം ചക്രിണം ച
തേജോരാശിം സർവ്വതോദ്ദീപ്തിമന്തം എന്ന് ഭഗവാന്റെ വിശ്വരൂപത്തെ, പ്രകാശമയമായ രൂപത്തെ വർണ്ണിക്കുന്നു. കിരീടവും ഗദയും ചക്രവും ഒക്കെ ആ പ്രകാശരൂപമായ തേജോരാശിം സർവ്വതോദ്ദീപ്തിമന്തം, എല്ലായിടത്തും പ്രകാശം ചൊരിയുന്ന ആ പ്രകാശപൂർണമായ ഭഗവാന്റെ കിരീടവും ഗദയും ചക്രവും ധരിച്ചിട്ടുള്ള ആ ചതുർബാഹുരൂപം പ്രകാശമയമാണ് എന്നുള്ള ആ ഭഗവാന്റെ വിശ്വരൂപത്തെ വർണ്ണിക്കുന്നുണ്ട് ചാപ്റ്റർ 11 ശ്ലോകം 17. ഇനി 720ാമത്തെ നാമം അമൂർത്തിമാൻ ഭഗവാൻ. മൂർത്തിയില്ലാത്തവൻ, അതായത് ഭഗവാന് പ്രത്യേകിച്ചൊരു രൂപമില്ല, നിർഗുണനാണ്, നിരാകാരനാണ്. ഭഗവാന്റെ സൂക്ഷ്മഭാവം എന്ന് പറയുന്ന ഭക്തർക്ക് ഈ ഒരു രൂപം സങ്കല്പിക്കാൻ വിഷമമാണ് എന്ന് നേരത്തെ ഒരു നാമത്തിൽ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു രൂപം സങ്കല്പിച്ച് അത് എന്താ പറയുക, പ്രാർത്ഥിക്കുകയോ പൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. ഭക്തർക്ക് സങ്കല്പിക്കാനും ധ്യാനിക്കാനുമായിട്ടാണ് ഭഗവാന്റെ ഓരോ മൂർത്ത രൂപങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നും കർമ്മനിബന്ധമായ ഒരു രൂപം ഭഗവാനില്ല എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ അമൂർത്തിമാൻ എന്ന് പറഞ്ഞാണ് 720ാമത്തെ നാമം അവസാനിപ്പിക്കുന്നത്. അത് ഭഗവാൻ ഒരു പ്രത്യേക മൂർത്തിയല്ല, ഒരു പ്രത്യേക മൂർത്തി ഇല്ലാത്തവൻ. ഭഗവാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് രൂപവുമില്ല. അപ്പോൾ ആ ഒരു ഭഗവാന്റെ രൂപം നിർഗുണവും നിരാകാരവും ആണ് ഭഗവാന്റെ സൂക്ഷ്മരൂപം. അപ്പോൾ ഭഗവാന് സൂക്ഷ്മരൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അല്പ ബുദ്ധികളായിട്ടുള്ള നമ്മൾക്ക് വേണ്ടി ഓരോ മൂർത്തികളെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നു. ഓരോ മൂർത്ത രൂപങ്ങൾ ഭഗവാൻ സ്വീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ 711 തൊട്ട് 720 വരെയുള്ള നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഹരേ കൃഷ്ണ.